പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 2014 നവംബർ 23 വത്തിക്കാനിൽ വെച്ച് വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് എലിയാസച്ചനെ മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിനോട് അനുബന്ധിച്ച് ശാലോം TV ഒരുക്കുന്ന ഈ ചർച്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളാണ്. ഞാൻ അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇരിക്കുന്നത് മിസ്റ്റർ ഗോപിനാഥ് എം. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ഒരു ട്രെയിനറാണ്, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. 30 വർഷത്തെ ഈ മേഖലയിൽ അനുഭവ ജ്ഞാനമുള്ള വ്യക്തിയാണ്. ഗോപിനാഥ് സാറിനെ ഈ ചർച്ചയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ഇരിക്കുന്നത് ഫാദർ ജെയിംസ് മടത്തിക്കണ്ടം CMI. അദ്ദേഹമാണ് ചാവറ കാനോനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വൈസ് പോസ്റ്റുലേറ്റർ ആയിട്ട് സേവനം ചെയ്യുന്നത്. ഒരുപക്ഷെ ചാവറ അച്ഛനെ പറ്റി ഏറ്റവും അറിവുള്ള ആളാണ്, ഏറ്റവും ആധികാരികമായിട്ട് അറിയുന്ന ആളാണ്. ചാവറ പിതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവിടെ നിന്ന് അത്ഭുതങ്ങളും കണ്ട് അനുഭവ സാക്ഷ്യമുള്ള ആളാണ്. അച്ഛനെയും പ്രത്യേകമായിട്ട് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് മിസ്റ്റർ OP സുരേഷ്. അദ്ദേഹവും ഒരു കവിയാണ്, എഴുത്തുകാരനാണ്. ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് സേവനം ചെയ്യുന്നു. ഈ ചർച്ചയിലേക്ക് കടന്നു വന്ന സുരേഷ് സാറിനും പ്രത്യേകമായ സ്വാഗതം. അടുത്തിരിക്കുന്നത് ഡോക്ടർ മാത്യു മാമ്പറ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ചാവറയച്ചൻ്റെ കുടുംബ കൂട്ടായ്മ അഥവാ കുടുംബ ബന്ധത്തിൽപ്പെട്ട, കുടുംബ നാൾവഴിയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം അടുത്ത കാലത്ത് ചാവറയച്ചനെ പറ്റി ഞാൻ ചാവറ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ കൈനകരയിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. ചാവറയച്ചൻ്റെ നടന്ന വഴിയിൽ കൂടെ നടന്ന ആളാണ്. ചാവറയച്ചനെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ സാറിനെ പ്രത്യേകമായിട്ട് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ചാവറയച്ചൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 3 പ്രത്യേക മേഖലകളിൽ നിന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിത വിശുദ്ധി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിത വിശുദ്ധി, ആ വിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. 2, കേരളത്തിലെ സഭയെ വിശുദ്ധിയിൽ നയിക്കുന്നതിന് അദ്ദേഹം ചെയ്ത വലിയ സേവനങ്ങൾ, സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ. 3, അദ്ദേഹം വിദ്യാഭ്യാസ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ നാനാജാതി മതസ്ഥരുടെ അഭിവൃദ്ധിക്കും ഉന്നതിക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഈ 3 മേഖലയിലെയും സ്പർശിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നമ്മളിവിടെ നടത്തുന്നത്. അച്ഛൻ ചാവറയച്ചൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും അടുത്ത് അറിയുന്ന ആളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വൈസ് പോസ്റ്റുലേറ്റർ എന്ന നിലയിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ അനുഭവങ്ങൾ. ചാവറയച്ചൻ്റെ വ്യക്തിപരമായ വിശുദ്ധിയെപ്പറ്റി അച്ഛൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ എന്ത് പങ്കുവെക്കാൻ കഴിയും? ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ അധിക സമയവും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെലവഴിച്ച ശേഷമാണ് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം നല്ലതുപോലെ മനസ്സിലാക്കിയതുകൊണ്ട് ആ സാന്നിധ്യം തന്നെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുവാൻ ജാതിമത വ്യത്യാസമില്ലാതെ നന്നായി ശ്രമിച്ചിരുന്നു. അമ്മ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചിരുന്നു ഈശോ എന്ന നാമം. പിന്നീട് പഠിപ്പിച്ചത് ഈശോ, മറിയം, യൗസേപ്പെ.
ആ ഈശോ എന്ന നാമം ഉള്ളിൽ പതിഞ്ഞിരുന്നത് കൊണ്ട്, അത് ഉള്ളിൽ സൂക്ഷിച്ചിരുന്നുകൊണ്ട് തൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള അഭിമുഖം നിൽക്കാൻ, സംഭാഷിക്കാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്താനായിട്ടാണ് സക്രാരിയുടെ മുമ്പിൽ ചാവറയച്ചൻ ചെലവഴിച്ചത്. ധ്യാനസല്ലാപത്തിലും ആത്മാനുതാപത്തിലും ഒക്കെ നല്ലപോലെ എഴുതിയിരിക്കുന്നത് ഈ ആത്മാനുഭാവം മാത്രമാണ്. അതായത് ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് ഏറ്റവും വലുത് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്ത ഒരു നല്ല മനസ്സാണ് ചാവറയച്ചനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഒരു നല്ലപ്പൻ്റെ ചാവരുൾ എഴുതിയത്. എല്ലാവർക്കും ഒരു അപ്പനാണ്. അപ്പനുള്ളത് സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വളർച്ചയാണ് ആത്മീയതയായി അവിടെ എല്ലായിടത്തും പ്രകടമാക്കുക. ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുവാനുള്ള സന്നദ്ധത മരണക്കിടക്കയിൽ വെച്ച് ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനുണ്ടായി. ചുറ്റുപാട് നിന്നിരുന്ന ആ സഹസന്യാസികൾ കണ്ണുനീരോടുകൂടി ഞങ്ങളുടെ സ്ഥാപകൻ വിട്ടുപോവുകയാണല്ലോ എന്ന വേദനയോടുകൂടി കരയുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമീപത്ത് സൂക്ഷിച്ചിരുന്ന തിരുക്കുടുംബത്തിൻ്റെ പടത്തിലോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആരായാലും മരിക്കണം, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മാമോദിസായിൽ ലഭിച്ച വരപ്രസാദം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നല്ല പരിശുദ്ധിയുള്ള ഒരു മനസ്സിനെ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ഒരു തെറ്റ് എന്ന് പറയുന്നത് ചെയ്തിട്ടില്ല. കൊച്ചുനാളിൽ കൂട്ടുകാരുമായി കളിച്ചിരുന്നപ്പോഴും കളരി പഠിച്ചിരുന്നപ്പോഴും അതുപോലെ ചുറ്റുപാടും സഞ്ചരിച്ചിരുന്നപ്പോഴും മറ്റുള്ളവരാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നുണ പറയുകയോ വമ്പ് കാണിക്കുകയോ ഏതെങ്കിലും കള്ളത്തരം ചെയ്യുകയോ ചെയ്താൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി വേർവിട്ട് നിൽക്കാനുള്ള സന്നദ്ധത ചാവറ കുര്യാക്കോസ് ഏലിയാസൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരെ വലിയ ഒരു സമ്പത്ത് കുഞ്ഞുനാളിൽ തന്നെ സമ്പാദിച്ചിരുന്നു. സെമിനാരിയിൽ വളർത്തിയിരുന്നു. വൈദികനായ ശേഷം അത് കുറേ കൂടെ പുഷ്പിച്ചിരുന്നു. പിന്നീട് ആത്മീയ മുന്നേറ്റം എന്ന രീതിയിൽ മാന്നാനംകുന്നിൻ്റെ മുകളിൽ ബേസറൗമ ആരംഭിച്ചപ്പോൾ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചത് മുഴുവനും ഇപ്രകാരമാണ്: ഒരു ആത്മ സംതൃപ്തിയുള്ള ആത്മ നിറവുള്ള മനുഷ്യനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, മാമോദിസയിൽ കെട്ടിയ വിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടില്ല. മരണക്കെട്ടിൽ വെച്ച് ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു നുണ പറയത്തില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. വാസ്തവത്തിൽ നമുക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു 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 കാര്യമാണത്, ഒരു സത്യമാണത്. അപ്പം ചാവറയച്ചനും നമ്മളും തമ്മിലുള്ള അന്തരം എത്ര വലുതാണ്. വളരെയേറെ വേദനിക്കുന്ന അവസരങ്ങളിലെല്ലാം മനുഷ്യൻ അസ്വസ്ഥനാണ്. അസ്വസ്ഥതയോടുകൂടി മരിക്കാത്തവരെ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരാരും സംസാരിച്ചിട്ടില്ല, ഇങ്ങനെയൊരു സന്ദേശം ആർക്കും കൊടുത്തിട്ടില്ല. പാപമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഇന്ന് വിരളമാണ്. പാപം എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ പീഡിപ്പിച്ചോ വേദനിപ്പിച്ചോ കഴിയാത്തവർ ആരും തന്നെയില്ല. ചൂഷണം ചെയ്യുന്നവർ ഒത്തിരിയുണ്ട്, പണത്തിന് വേണ്ടി വഞ്ചന ചെയ്യുന്നവർ ഒത്തിരിയുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് അഭിമാനിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ചാവറയച്ചൻ ഒന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു, ഇവിടെ വരെ എങ്ങനെ എത്തി? ആര് നിന്നെ പുരോഹിതനെന്ന് വിളിച്ചു? ആര് നിന്നെ സന്യാസി എന്ന് വിളിച്ചു? ആര് നിന്നെ പ്രിയോരെന്ന് വിളിച്ചു? ഇവിടെ വരെ എങ്ങനെ എത്തി? എല്ലാം ദൈവത്തിൻ്റെ പരിപാലന, എല്ലാം നടക്കും, എല്ലാം നടത്തും. നല്ല അപ്പൻ്റെ ചാവരുളിനകത്ത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതുണ്ട്, യുവതിയുവാക്കന്മാർക്ക് എഴുതിയുണ്ട്, മാതാപിതാക്കൾക്ക് എഴുതിയതുണ്ട്. എല്ലായിടത്തും കാണുന്നത് നമ്മിൽ നിന്ന് വ്യത്യസ്തമാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് ചാവറപ്പിതാവ് കൂടുതലും ആഗ്രഹിച്ചിട്ടുള്ളത്. ചാവറപ്പിതാവിൻ്റെ രണ്ട് പ്രശസ്തമായ വചനങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒന്ന്, ദൈവഹിതം നടത്തും.
രണ്ട്, അന്യന് ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം നിൻ്റെ ആയുസ്സര ദിനത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുകയില്ല. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി അച്ഛന് ഒന്ന് പ്രതികരിക്കാമോ? ദൈവഹിതം നടക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ചാവറയച്ചൻ മാന്നാനംകുന്നിൽ കയറിയത്. സെമിനാരിയിൽ പള്ളിപ്പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അപ്പൻ, അമ്മ, ഏക സഹോദരൻ എല്ലാവരും മരിച്ചു. ആ പ്രദേശത്ത് തന്നെ ജനങ്ങളെല്ലാവരെയും പുറത്തിറക്കി. അവസാനം ഗവൺമെൻറ് തിരിച്ചു കൊടുത്ത അവസരത്തിൽ പിതാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, ഇളയപ്പന്മാർ ചെന്നപ്പോൾ ആരുമില്ല അവിടെ. ചമ്മാച്ചനെ പള്ളിപ്പുറ സെമിനാരിയിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദുഃഖങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഇളയപ്പന്മാരോട് പറഞ്ഞു, ഞാൻ സെമിനാരിയിലേക്ക് പോവുകയാണ്, ഇതെല്ലാം നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് നിൻ്റെ വീടും നിങ്ങളുടെ ഒന്നും വേണ്ട, എല്ലാം നീ തന്നെ എടുത്തോ, വീട് അന്യം നിന്ന് പോകരുത്. ചാവറയച്ചനെ പിടിച്ച് അവർ അവസാനം മുറിയിലിട്ട് പൂട്ടി. മുറിയിൽ കിടന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സഹോദരൻ മറ്റൊരാൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പെങ്ങളെ വിവാഹം കഴിച്ച് വിട്ടതായിട്ടറിയാം, ആ പെങ്ങളെ നമുക്ക് പോയി അന്വേഷിക്കാം. പോയി അന്വേഷിക്കുന്നു. എല്ലാം ആ പെങ്ങൾക്ക് കൊടുത്തിട്ട് തിരിച്ച് സെമിനാരിയിലേക്ക് പോവുകയാണ്. ആ സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടം മുഴുവനും ഒന്നുമില്ലാത്തവനായിട്ടാണ്. ഒരു പൈസയ്ക്ക് അവകാശി അല്ല. അതിനുശേഷം പട്ട വെക്കുന്ന അവസരത്തിലും അവകാശിയല്ല. വീണ്ടും മാന്നാനംകുന്നിൽ വരുമ്പോഴും പിതാവിന് ഒരു അവകാശം 10 പൈസയുടെ ഇല്ല. മെത്രാപ്പോലിത്ത കൊടുത്ത 200 രൂപയും കൊണ്ടാണ് ആശ്രമം ആരംഭിക്കുന്നത്. അതായത് മലയിലെ വീട്, ബേസ് റൗമ സ്പിരിച്വൽ ഹോം. ആ ബേസ് റൗമ ആരംഭിക്കാനായിട്ട് ഇന്നത്തെ CMI സഭയുടെ ആദ്യ ഭവനം ആരംഭിക്കാനായിട്ട്, പള്ളി ആരംഭിക്കാനായിട്ട് 200 രൂപയും കൊണ്ടാണ് അവിടെ വരിക. പിന്നെ ചുറ്റുപാടെല്ലാം പാലയ്ക്ക് തോമാവൽപ്പാനിച്ചനും പോരൂക്കര തോമാവൽപ്പാനിച്ചനും സഹായിച്ച് 2-3 പേരും കൂടി നല്ലതുപോലെ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ല ദേവാലയവും ആശ്രമവും തുടങ്ങുക. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ എല്ലാം ഉണ്ടാക്കി. സ്ത്രീ ജനങ്ങൾക്കും പുരുഷന്മാർക്കും CMI സഭയ്ക്കും CMC സഭയ്ക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്ത ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇല്ലായ്മയിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. ഉള്ളായ്മയിൽ ആശ്രയിക്കാൻ എളുപ്പമാണ്. ഇഷ്ടംപോലെ സമ്പത്തുള്ളവരും ധാരാളമുണ്ട്. പക്ഷെ ആരുണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവർ? മക്കൾ ധാരാളമുണ്ട്, സമ്പത്ത് ധാരാളമുണ്ട്. പക്ഷേ ഏകരായി അമ്മയും അപ്പനും ഒറ്റയ്ക്ക് വീട്ടിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ അഗതി മന്ദിരത്തിൽ താമസിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗകര്യം മക്കൾ പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇവർക്കത് ഫീൽ ചെയ്തിട്ടുമില്ല. അതേസമയത്ത് ചാവറയച്ചൻ അങ്ങനെയല്ല. എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിപാലനയുടെ പ്രത്യേകത കൊണ്ട് എനിക്കൊന്നും വേണ്ട, എല്ലാം മറ്റുള്ളവർക്ക്, ആ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദൈവപരിപാലനയിൽ കണ്ടുകൊണ്ടാണ്. അതിനാണ് സക്രാരിയുടെ മുമ്പിൽ രാത്രികാലങ്ങളിൽ ദീർഘനേരം പ്രാർത്ഥിച്ചിരുന്നുവെന്ന് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവപരിപാലന പിതാവിൽ കാണുന്നത്. കേരള സഭയുടെ പുനരുദ്ധാരണത്തിന്, നവീകരണത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ 40 മണി ആരാധന ആരംഭിച്ചു, ഞായറാഴ്ച പള്ളിപ്രസംഗം ആരംഭിച്ചു, അച്ഛന്മാർക്കും ജനങ്ങൾക്കും വാർഷിക ധ്യാനം ആരംഭിച്ചു, കുരിശൻ്റെ വഴി ആരംഭിച്ചു, റോക്കോസിസ്മയെ തടഞ്ഞു നിർത്തി, ഇങ്ങനെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ അച്ചടിച്ചു. അദ്ദേഹം തന്നെ നേരിട്ട് പോയി ഒരുപാട് ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഇതിനെല്ലാം കൂടെ വിളിച്ചിട്ട് അദ്ദേഹം കേരള സഭയ്ക്ക് ചെയ്ത സംഭാവനകളെപ്പറ്റി അച്ഛൻ വളരെ ചുരുക്കമായിട്ട് ഒന്ന് പ്രതിപാദിക്കാമോ? കേരള സഭയെ സമുദ്ധരിക്കാനും വളർത്താനും വേണ്ടി ആദ്യമായി ചെയ്തത് ഇടവകക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സെമിനാരി ഉണ്ടാക്കുകയാണ് 1833 മാന്നാനത്ത് വെച്ച് തന്നെ. അതിലൂടെ മാത്രം അത് ആത്മീയ മാത്രമല്ല, വിദ്യാഭ്യാസവും കൂടി കലർത്തിക്കൊണ്ട് വളർന്നു വന്നാലേ കേരളത്തിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ നേതൃത്വം എടുക്കേണ്ട ഒരു വൈദികർ തന്നെയാണ് എന്ന് നിർബന്ധം വെച്ച വ്യക്തിയാണ് ചാവറയച്ചൻ. ഒരു മാങ്ങ വിശേഷതരം കിട്ടിയപ്പോൾ തന്നെത്താൻ തിന്നാനല്ല ആഗ്രഹിച്ചത്. ആ മാങ്ങ പകുതി പൂളി അച്ഛന്മാർക്കും കൊടുത്തു, പകുതി നേരെ എതിർവശത്തുള്ള കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനും കൊടുത്തു,
മാങ്ങാണ്ടി ചാവറയച്ചൻ കുഴിച്ചിട്ടു, അത് നനച്ചു, അത് വളർത്തിയെടുത്തു, അത് പുഷ്പിച്ചു, എല്ലാവർക്കും മാങ്ങ തിന്നാനായിട്ടുള്ള അവസരങ്ങൾ കൊടുത്തു. ഇതുപോലെ തന്നെയാണ് കേരള സഭയെ കണ്ടതും അങ്ങനെ ഒരു മാങ്ങാണ്ടിയായിട്ട് തന്നെ ഞാൻ കാണുക. അത് കുഴിച്ചിട്ട് വളർത്തിയെടുത്ത് അത് പുഷ്പിച്ച് ഫലങ്ങളുണ്ടാക്കി ഇന്ന് കാണുന്ന കേരള സഭയെ ഏതെല്ലാം തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അതിൻ്റെ എല്ലാ ആരംഭകനും വളർത്തകനും സംരക്ഷിച്ച് അതിനെ പൂർണ്ണത എത്തിച്ചതും ചാവറയച്ചൻ തന്നെയാണ്. ഭൂഷണാളിച്ചൻ പറഞ്ഞതുപോലെ 40 മണി ആരാധന, കുരിശിൻ്റെ വഴി, അതുപോലെ തന്നെ ധാരാളം ജ്ഞാനപുസ്തകങ്ങൾ, പ്രസ്സിൽ തന്നെ അച്ചടിച്ചിട്ട് ആദ്യം അടിച്ച പുസ്തകം ജ്ഞാനപീയൂഷം എന്നാണ്, ജ്ഞാനപീയൂഷം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ആത്മീയ രംഗത്ത് ചെയ്തുകൊണ്ട് സഭയെ മുഴുവനും സംരക്ഷിക്കാൻ നോക്കുമ്പോൾ സഭയിൽ എവിടെ വിടവുണ്ടോ, എവിടെ ഭിന്നിപ്പുണ്ടോ, എവിടെ വഴക്കുണ്ടോ, എവിടെ ബഹളമുണ്ടോ അവിടെയൊക്കെ സാന്ത്വനം കൊണ്ടുവരാനാണ് നോക്കുന്നത്, തമ്മിലടിക്കാനല്ല നോക്കുന്നത്. എവിടെ സന്തോഷവും സമാധാനവും ശാന്തതയും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമാണ് ആ റോക്കോസ് സിസ്മയൊക്കെ നമുക്ക് കാണുക. റോക്കോസുമായിട്ട് വഴക്കുണ്ടാക്കാനല്ല നോക്കിയത്, റോക്കോസുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് റോക്കോസിനെ ശാന്തമായി പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നു. ഇപ്പോൾ കേരള സഭയെ അത്രമാത്രം പരിശുദ്ധമാക്കി, അത്രമാത്രം കൃത്യതയിൽ നിയമത്തിൽ അധിഷ്ഠിതമാക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു കെട്ടുറപ്പുണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ്. ഇന്ന് കേരള സഭയിലുള്ള സകല പള്ളികളും അതുപോലെ പള്ളിയുടെ അനുബന്ധമായുള്ള കാര്യങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയതും ചാവറയച്ചൻ തന്നെ. ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ ഒരത്ഭുതം കൂടെ വേണമായിരുന്നല്ലോ. അതുപോലെ ബ്ലസ്സഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ മറ്റൊരു അത്ഭുതം വേണമായിരുന്നു. തീർച്ചയായിട്ടും ഈ 2 അത്ഭുതങ്ങളെ പറ്റി അച്ഛന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വിശുദ്ധനായ ബ്ലസ്സഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ നടന്ന അത്ഭുതം കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി എന്ന സ്ഥലത്താണ്. അതിനെപ്പറ്റി അച്ഛൻ്റെ അറിവുകളൊന്ന് പറയാമോ? പെണ്ണാപറമ്പിൽ ജോസഫിനാണ് ഈ അനുഗ്രഹം കിട്ടുന്നത്, കൂടരഞ്ഞക്കാരൻ. അപ്പോൾ അതിൻ്റെ 2 കാലും അകത്തോട്ട് വളഞ്ഞിരുന്നായിരുന്നു. അതിൻ്റെ ചേച്ചിയുടെ കൂടെ അത് സ്കൂളിൽ പോകുമായിരുന്നു. അവരുടെ വീട്ടിൽ ഈ നൊവേന, ഈ ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ കൂടെ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ വലിയ മഴക്കാർ കണ്ടു. അപ്പോൾ മഴ പെയ്യല്ലോ എന്ന് എഴുതി എന്നാൽ മലയിൽ കൂടെ കയറുവാണ് വീട്ടിലോട്ട് പോകാനായിട്ട്. കൊച്ചിന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കല്ലേ പോയിരുന്നു. കാരണം അവസാനം ഇത് കണ്ടപ്പോൾ മഴയാണല്ലോ, എൻ്റെ ചാവറയച്ച എങ്ങനെയെങ്കിലും പിന്നെ ഒന്ന് വീട്ടിലെത്തിക്കണേ, ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് സഹോദരി പ്രാർത്ഥിച്ച് കയ്യെ പിടിച്ച് വലിച്ചു. നിലത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയതേ ആ കാല് നിവർന്നു, ഒരു കാല് നിവർന്നു, പെട്ടെന്ന് നിവർന്നു. പിന്നെ ഒരു 20-22 ദിവസം കൊണ്ട് 2ാമത്തെ കാലും നിവർന്നു. അങ്ങനെ ഈ 2 കാലും നിവർന്നാണ് വാഴ്ത്തപ്പെട്ടവനാകാനായിട്ട് ഉപയോഗിച്ച അത്ഭുതം. അന്ന് അദ്ദേഹത്തിന് എന്ത് പ്രായം കാണും? അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇപ്പോൾ 57ാമത്തെ വയസ്സിൽ 4 കൊല്ലം മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു, ജോസഫ് മരണമടഞ്ഞു. അടുത്തത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ മറ്റൊരു അത്ഭുതം വേണമായിരുന്നു. ആ പ്രിയപ്പെട്ട ശലോം പ്രേക്ഷകരെ, ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് നടന്ന അത്ഭുതം പാലാ രൂപതയിൽപ്പെട്ട കൊട്ടാരത്തിൽ ജോസ് മേരി ദമ്പതികളുടെ 3ാമത്തെ കുട്ടിയായ മരിയ റോസിനാണ് ലഭിച്ചത്. ഈ മരിയയും മാതാപിതാക്കളും ഇന്ന് വരെ ഒരു പത്രമാധ്യമത്തിൻ്റെയോ ഒരു ടെലിവിഷൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും അവരെ കാണുവാൻ, പ്രത്യേകിച്ച് മരിയയുടെ മുഖം കാണുവാൻ കാത്തിരിക്കുന്ന ധാരാളം പേര് ലോകത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ശാലോം പ്രക്ഷേപണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ മരിയയും മരിയയുടെ മാതാപിതാക്കളും സമ്മതിച്ചു. അവരിപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഈ കൊച്ചു മിടുക്കത്തിയാണ് മരിയ ജോസ് കൊട്ടാരത്തിൽ. ഇവിടെ ഇരിക്കുന്നത് മരിയയുടെ പിതാവ് ജോസ്, പഠിച്ചിരിക്കുന്നത് അമ്മ മേരിക്കുട്ടി. അപ്പോൾ നിങ്ങൾ 3 പേർക്കും ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം. മരിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? സെന്റ് തോമസ് ടി പാല. പാലയിലല്ലേ? സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമാണോ? അതെ. അതെ. പഠിക്കാൻ ഇഷ്ടമാണ്? അതെ. ചാവറയച്ചനോട് പ്രാർത്ഥിക്കാറൊക്കെ ഇല്ലേ? ഉണ്ട്. മരിക്കുണ്ടായ അത്ഭുതത്തെ പറ്റി, ഒരു അത്ഭുതം രോഗശാന്തി ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി, അതിൻ്റെ എന്തായിരുന്നു രോഗം,
എങ്ങനെയാണ് ചാവറയച്ചൻ്റെ അടുത്ത് നിങ്ങൾ എത്തപ്പെടാനുള്ള കാരണം, സാഹചര്യമുണ്ടായത്, എന്ത് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് ആ രോഗസൗഖ്യം കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. മരിയാമോള് ഉണ്ടായി ജന്മനാ തന്നെ, അതായത് ഒരു കുട്ടി ജനിച്ച് ഏകദേശം 6 മാസം അല്ല 3 മാസത്തിനകം കുട്ടിയുടെ കാഴ്ചയും കേൾവിയും സാധാരണഗതിയിൽ തിരിച്ചറിയാം. ഈ കുട്ടിക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ടും കണ്ണിൻ്റെ കൃഷ്ണമണി സൈഡിലേക്ക് ചലിക്കുകയില്ല. അതായത് ഒരു കൃഷ്ണമണി മൂക്കിൻ്റെ അകത്ത് കോണിലാണെങ്കിൽ മറ്റേ കൃഷ്ണമണി ഏതാണ്ടൊരു അങ്ങരത്ത് പോവുകയില്ല. അതും 2 ഭാഗത്തോട്ടാണ്. ഈ പകുതിക്ക് ഇപ്പുറത്തും ഒട്ടും ഒരു ശകലം പോലും ചലിക്കത്തില്ല. അപ്പോൾ ഈ കണ്ണിങ്ങനെ കോങ്കണ്ണായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങനെ ആംഗിളിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ അത് മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പം ഒരു കണ്ണിനെ ഏതാണ്ട് നോർമൽ കാഴ്ചയുള്ളൂ, മറ്റേ കണ്ണിന് താഴ്ച തീർത്തും കുറവാണെന്ന് മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത ഡോക്ടർമാരാണത് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഇതറിയത്തില്ല. അപ്പം നമുക്ക് ഈ കാഴ്ചയിൽ ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് എന്നാൽ നമുക്കൊന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനം അറിയാമല്ലോ എന്നുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അങ്കമാലി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് ഈ തരത്തിൽ കാണുന്ന അവരുടേതായ രീതിയിലുള്ള ഒരു വാക്ക് പറഞ്ഞത്, അത് ഓൾട്ടർനേറ്റിംഗ് കൺവേർജൻറ്റ് സ്ക്വിൻ്റ് എന്നാണ് അവരുടെ ശാസ്ത്രീയ നാമം. അപ്പം അവരങ്ങനെ ഒരു ഇങ്ങനെ ഈ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് സൗഖ്യപ്പെടാൻ സാധ്യത കുറവാണ്. ഇതിന് ഓപ്പറേഷനെ വഴിയുള്ളൂ, മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വാഴമഠം എന്ന് പറയുന്ന SHൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ വാഴമഠത്തിലുള്ള ഒരു സിസ്റ്ററിൻ്റെ ആങ്ങളയുടെ കൊച്ചിന് ഏതാണ്ട് ഇതിനോട് സമാനമായ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ ആങ്ങളയുടെ കൊച്ചിൻ്റെ ഒരു കണ്ണ് അവർ ഓപ്പറേറ്റ് ചെയ്തെങ്കിലും അത് ഫെയിലർ ആവുക ചെയ്ത്, ആ കണ്ണിൻ്റെ കാഴ്ച ഉൾപ്പെടെ ആ കണ്ണ് നഷ്ടപ്പെടുക ചെയ്ത്. അപ്പം മേരിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇച്ചിരിയുടെ വലുതാകാൻ നോക്കിയിരിക്കുക. അതായത് എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വലുതാകുകയാണെങ്കിൽ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാനുള്ള എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെറുപ്പത്തിലെ ഇപ്പോഴേ ഓപ്പറേഷൻ ചെയ്യാൻ ശ്രമിക്കണ്ട. പോയാൽ മൊത്തം പോകും, പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശരിക്കും ഞങ്ങൾക്കും ഒരു ഭയം. ഞങ്ങൾ എന്നാൽ ഉടലെടുത്തുകൊണ്ട് വൈഫ് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, ഇന്നപോലെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന കൊച്ചിന് ഇച്ചിരി പ്രായമാകട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ കൊച്ചിനെ ഇങ്ങനെ സാധാരണ പോകുന്നല്ലോ മുന്നോട്ട്. പിന്നെ വലിയ പബ്ലിക്കിൽ അങ്ങനെ പൊതുവേ അധികം നമ്മൾ കൊണ്ടുപോകുകയോ ഇറക്കുകയോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വീട്ടിലെ കാര്യങ്ങൾ സാധാരണ പോകുന്നല്ലോ മുന്നോട്ട് പോയി. അപ്പം ഈ മാന്നാനം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാനവിടെ പോയിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്ക് പിള്ളേ ഇടുക്കിയിലാണ് വീട്. അപ്പോൾ വൈഫിന് മാന്നാനത്തെക്കുറിച്ച് ഒട്ടും അറിയത്തില്ല. അപ്പോൾ ഒരിക്കൽ ഈ എന്തോ വീട്ടിലെ എൻ്റെ ആവശ്യത്തിന് സന്ദേശം എടുക്കാൻ വേണ്ടി ബദറിനെ കാണാൻ വേണ്ടിയിട്ട് കുടമാളൂർ പള്ളിയിൽ പോയിട്ട് വന്ന വഴിക്ക് ബദറിനെ കാണാനും കൂടെ പോയി. അപ്പോൾ അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ പോയി ഇങ്ങോട്ട് നടന്നേ വരാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് നടന്നു വന്നപ്പം മാന്നാനം പള്ളിയുടെ താഴെ യൗസേപ്പ് പിതാവിൻ്റെ ഒരു വലിയ ഗ്രോട്ടോ കണ്ടു. ഇനിയുള്ളത് പുള്ളിയുടെ സ്വന്തം അനുഭവമാണ്. അതുകൊണ്ട് അത് ഇനി വേദിയെക്കുറിച്ച് തന്നെ പറയുക. ഞാൻ കൊച്ചിനെ തന്നെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോയതുകൊണ്ടാണ് ഞാൻ അവിടെ യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് കൊച്ചിനെ കാത്തുകൊള്ളണം കേട്ടോ എന്ന് പറയാനായിട്ടായിരുന്നു അവിടെ കയറിയത്. അവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വരുന്ന വരെ അവൾ കരയരുത്, ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് അവളെ ഇട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെന്തോ മുകളിലേക്ക് പോകണമെന്ന് വലിയൊരു ശക്തമായ തോന്നൽ. അവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കാണാം. അതെങ്ങോട്ടാന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് എവിടെ ചെന്ന് അവസാനിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കിങ്ങനെ പോകാൻ ഒരു വലിയ, അതായത് എൻ്റെ മനസ്സിൻ്റെ തോന്നലിനോടൊപ്പം എൻ്റെ ശരീരം മുമ്പോട്ട് ചലിച്ചു. അതാണ് അനുഭവം ഉണ്ടായത്. ശക്തമായിട്ട് വേഗം കയറി ഞാനിങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഞാൻ ഇങ്ങനെ ഒരു പ്ലേസ് ഞാൻ പോയിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇത് മാന്നാനം ചാവർപിതാന സ്ഥലം എന്ന് പറഞ്ഞു കേട്ടാലും പോപ്പർ പ്ലേസ് ഇതാണെന്നുള്ള അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത്. വേഗം ഞാൻ പള്ളിക്കകത്ത് കയറി അവിടെ പ്രാർത്ഥിച്ചു. എല്ലാം ആദ്യമേ ഒന്ന് നോക്കിക്കണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്തോ എനിക്ക് വളരെ വിഷമം തോന്നി. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരച്ഛൻ വന്നു. കുറച്ച് സമയം അയാൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് എവിടുന്നാണ് വരുന്നത്, ആദ്യമാണോ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഒരു കാര്യം ചെയ്യുക, ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സന്ദർശക ഡയറി ഉണ്ട്, അവിടെ പോയി പേരെഴുതിയിടണം. പിന്നെ ഓഫീസിലായിരിക്കും അല്ലേ? ചാവറ ഓഫീസിൽ താഴെ ഇറങ്ങണമെന്ന് എന്നോട് പറഞ്ഞത്. താഴെ ചെന്നെന്നാണ് പറഞ്ഞത്.
അത് കഴിഞ്ഞ് ഒരു നൊവേന പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലും ഇപ്പോൾ കൊച്ചിനെയൊക്കെ ഇട്ടേച്ച് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ പോകുന്നതിന് മുമ്പ് ചാവറ അച്ഛൻ താമസിച്ചിരുന്ന മുറിയും കൂടി ഒന്ന് കയറി കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്നോട്. ചാവറ പിതാവിൻ്റെ മുറിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ വലിയ പടം എൻ്റെ മനസ്സിലേക്ക് ഒരു ആളിനെ പോലെ എനിക്ക് തോന്നി. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പൊന്നാച്ച എൻ്റെ കൊച്ചിൻ്റെ കണ്ണും കൂടി ഒന്ന് നേരെയാക്കി തരണേ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ കൊച്ചിനെയും കൂടി എന്നെയും കൂടി ഒന്ന് സഹായിക്കണേ, ഞാൻ ഇതുപോലെ തന്നെ ഞാനും കൊണ്ടൊന്ന് പടം വയ്ക്കാം. പെട്ടെന്ന് എൻ്റെ ദേഹമൊക്കെ തളരുന്നത് പോലെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഞാനൊരു പടമായിട്ടല്ല കണ്ട, ഒരു വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കുമോ, ജീവനുള്ള ഒരാളോട് എങ്ങനെ സംസാരിക്കുമോ അങ്ങനെ ഞാൻ സംസാരിച്ചു. എന്നിൽ അപ്പം തന്നെ ഒരു അത്ഭുതം സംഭവിച്ചു. ആ കോമ്പൗണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് കോമ്പൗണ്ടിന് പുറത്തിറങ്ങി. പക്ഷേ ഈ കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല. കൊച്ചിനെ കൊണ്ട് കുരിശ് വരച്ച് കഴിയുമ്പോൾ ഈശോയ്ക്ക് സ്തുതി എടുത്ത് കഴിയുമ്പം ചാവറ പിതാവിനെ സ്തുതിയല്ലി, ചാവറ പിതാവിനോട് സ്തുതി അല്ലിയിട്ട് കൊച്ചിനോട് തൊട്ട് ഉമ്മ കൊടുക്കാൻ പറയുമായിരുന്നു. ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കാൻ പറയുമായിരുന്നു. അങ്ങനെ കൊച്ച് ആദ്യം തുടങ്ങി എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പം കൊച്ച് എല്ലാ ദിവസവും അത് എന്ത് പറഞ്ഞാലും ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ കൊച്ചിന് സ്തുതി കൊടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 7ാമത്തെ ദിവസം വൈകിട്ട് കുരിശ് വരച്ച് സ്തുതി ചെല്ലുന്ന സമയത്ത് പപ്പായ്ക്ക് സ്തുതിയെല്ലാം നേരെ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം പപ്പായ്ക്ക് കൊടുക്കും, ഈശോയ്ക്ക് കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പം കൊച്ച് ഞങ്ങളുടെ നേരെ നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ നേരെ നോക്കുന്നു. അത് 2007 ഒക്ടോബർ 16-ാം തീയതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്നാ പറയണ്ടേ എൻ്റെ ഈശോയെ നന്ദി എന്നൊക്കെ പറഞ്ഞു. വേഗം ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു കൊച്ചിന് സുഖമായി. ഇങ്ങനെ ഞങ്ങൾ മാന്നാനത്ത് പോയി പ്രാർത്ഥിച്ച് കൊച്ചിൻ്റെ കണ്ണ് സുഖമായി, വലിയ സന്തോഷം. പിന്നെ മൂത്ത ആങ്ങളോട് പറഞ്ഞു, അമ്മച്ചിയോടൊക്കെ പറഞ്ഞു, ബന്ധുക്കളോടൊക്കെ പറഞ്ഞു, വലിയ സന്തോഷം. പിന്നെ ആ മാന്നാനത്ത് വേഗം ഞങ്ങൾ വന്നു. ലഭിച്ച മരിയമ്മകളുടെ രോഗശാന്തിയുടെ വിവരണങ്ങൾ അവർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. ഈ രോഗശാന്തി സഭ അംഗീകരിക്കണം, അതിനതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അച്ഛന് തീർച്ചയായിട്ടും അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാം, അതൊന്ന് ഞങ്ങളോട് വിശദീകരിക്കണം. കുര്യാക്കോസ് ഏലിയാസ് പിതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോങ്കണ്ണ് സൗഖ്യമായത് ആണ് എന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രേഖാമൂലമുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് ഈ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങിയത്. സയൻസ് പരമായിട്ട് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ചികിത്സയും വന്നിട്ടില്ലെന്നും ഇത് സാധാരണഗതിയിൽ സുഖപ്പെടുന്ന ഒന്നല്ലെന്നും ദൈവിക ഇടപെടലിന് ഇവർ മാന്നാനത്ത് പോയി പ്രാർത്ഥിച്ചു എന്ന് ആ ഡയറിയിൽ എഴുതി തന്നെ ആദ്യം തെളിവാണെന്നും എല്ലാം ഉള്ള രേഖകൾ തെളിയിച്ചാണ് ക്ലോസ് ചെയ്ത് റോമിലെത്തിച്ചത്. തീർച്ചയായിട്ടും അതിന് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സമാധാനത്തിനോ സന്തോഷത്തിനോ വേണ്ടി മാത്രമല്ല, ഇത് അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന ഒരുപാട് പേർക്ക് ദൈവവിശ്വാസം വർദ്ധിക്കാൻ, ചാവറയച്ചലിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇതൊരു വലിയ പ്രചോദനമാകും. എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ ഇതൊരു പ്രചോദനമാകും. തന്നെയല്ല, ലോകത്ത് ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന നിങ്ങൾക്ക്, പ്രത്യേകിച്ച് മരിയാമ്മോൾക്ക് ഇത് കാണുന്നതോടുകൂടി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിൽക്കാലത്ത് കേരളം ആഘോഷിച്ച ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ, സഹകരണ പ്രസ്ഥാനമാവട്ടെ, ലൈബ്രറി പ്രസ്ഥാനമാവട്ടെ, പരിസ്ഥിതി പ്രസ്ഥാനമാവട്ടെ, സ്ത്രീവിമോചന പ്രസ്ഥാനമാവട്ടെ, റേഷനിങ് സമ്പ്രദായമാവട്ടെ, ഇതിൻ്റെയൊക്കെ ആദ്യ പടികൾ ചാവറയച്ചൻ്റെ ആലോചനയിൽ നിന്നതാണ് ഇന്ന് നമുക്ക് സമർത്ഥിക്കാവും വിധം യുക്തിഭദ്രമായ ഒരു ശൃംഖല സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ, ഇൻ്റർപേഴ്സണൽ സ്കില്ലിൻ്റെ കാര്യത്തിൽ, കൺവിൻസിങ് സ്കില്ലിൻ്റെ കാര്യത്തിൽ, ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ, ഈ രംഗങ്ങളിലെല്ലാം ഒരു മികച്ച മാനേജറുടെ പാഠവും കാഴ്ചവെക്കാൻ, ഒരു വലിയ ലീഡറുടെ പാഠവും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അച്ഛനൊരു സെക്യുലർ ആറ്റിറ്റ്യൂഡായിരുന്നു, മതനിരപേക്ഷ നിലപാടുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കാലഘട്ടം ഓർക്കണം, 1.5 നൂറ്റാണ്ട് മുമ്പുള്ള കാലഘട്ടത്ത് മതനിരപേക്ഷ നിലപാടുണ്ടായിരുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ, വളരെ സങ്കുചിതമായി ചിന്തിക്കേണ്ടി ഇരുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ, വളരെ വിശാലമായി ചിന്തിച്ചൊരു വൈദിക ശ്രേഷ്ഠൻ സേവനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന് ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ അതിന് എവിടുന്ന് അതിനുള്ള വിത്ത് കിട്ടി?